ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ഇരുട്ടിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം മുഴുവൻ ജന്മന അന്ധനായ ഒരു മനുഷ്യന് യേശു കാഴ്ച നൽകുന്നതിനെക്കുറിച്ചാണ്. ഇത് കേവലം ഒരു ശാരീരിക സൗഖ്യത്തിൻ്റെ കഥയല്ല, മറിച്ച് ആത്മീയമായ ഉൾക്കാഴ്ചയുടെയും വിശ്വാസത്തിൻ്റെയും വലിയൊരു പാഠമാണ്. യേശു ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കാണുന്നു. ശിഷ്യന്മാർ ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളോ രോഗങ്ങളോ വരുമ്പോൾ നാം ആദ്യം ചോദിക്കുന്നത് ഇതാണ്: ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? എന്നാൽ യേശുവിൻ്റെ മറുപടി വ്യത്യസ്തമായിരുന്നു. ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം കൊണ്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ വെളിപ്പെടേണ്ടതിനാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ തകർച്ചയിലും ദൈവത്തിനൊരു പ്ലാനുണ്ട്. നമ്മുടെ മുറിവുകളിലൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി അവനോട് സിലോഹ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഒരു ജന്മം മുഴുവൻ ഇരുട്ടിൽ കഴിഞ്ഞവൻ ആദ്യമായി സൂര്യപ്രകാശവും മരങ്ങളും മനുഷ്യരുടെ മുഖങ്ങളും കണ്ടു. അവൻ്റെ സന്തോഷം എത്ര വലുതായിരിക്കും! യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെയും അജ്ഞതയുടെയും ഇരുട്ട് മാറിപ്പോകുന്നു. അവിടുന്ന് നമുക്ക് പുതിയൊരു കാഴ്ച നൽകുന്നു. കാഴ്ച ലഭിച്ച ആ മനുഷ്യനെ ഫരിസേയർ വിസ്തരിക്കുന്നു. അവർ അവനെ ഭീഷണിപ്പെടുത്തുന്നു. അവൻ്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ അവൻ ഭയപ്പെട്ടില്ല. അവൻ പറഞ്ഞു, ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ കാണുന്നു. അവസാനം യേശു അവനെ വീണ്ടും കാണുമ്പോൾ ചോദിക്കുന്നു, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ? അവൻ ചോദിച്ചു, കർത്താവേ, അവൻ ആരാണ്? ഞാൻ അവനിൽ വിശ്വസിക്കാം. യേശു പറഞ്ഞു, നീ അവനെ കണ്ടു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണവൻ. അവൻ ഉടനെ തന്നെ യേശുവിനെ വണങ്ങി വിശ്വസിച്ചു. കാഴ്ച ലഭിച്ചതിനേക്കാൾ വലിയ അത്ഭുതമായിരുന്നു അവനിലുണ്ടായ വിശ്വാസം. അവൻ യേശുവിനെ രക്ഷകനായി തിരിച്ചറിഞ്ഞു. എന്നാൽ കാഴ്ചയുള്ള ഫരിസേയർ ആത്മീയമായി അന്ധരായി തുടർന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ഫരിസേയരെ പോലെയാണ്. നമുക്കെല്ലാം കാണാം, പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം കാണാൻ കഴിയുന്നില്ല. നമ്മുടെ അഹങ്കാരവും പാപവും നമ്മെ ആത്മീയമായി അന്ധരാക്കുന്നു. ആ അന്ധനായ മനുഷ്യനെപ്പോലെ നമുക്കും നമ്മുടെ അന്ധത സമ്മതിക്കാം. യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലാം. നമ്മുടെ കണ്ണുകളിൽ അവിടുത്തെ സ്നേഹത്തിൻ്റെ ചെളി പൂശട്ടെ. അവിടുത്തെ വചനത്തിൽ നാം കഴുകപ്പെടട്ടെ. അപ്പോൾ നമുക്കും പറയാൻ സാധിക്കും, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ കാണുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കാരുണ്യവാനായ യേശുവേ, എൻ്റെ ആത്മീയ അന്ധത നീക്കിത്തരണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രകാശം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. അങ്ങയെ എൻ്റെ രക്ഷകനായി തിരിച്ചറിയാനും വണങ്ങാനും എന്നെ സഹായിക്കണമേ. ആമേൻ.